ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീസ് കിച്ചൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ കൊള്ളാവുന്ന എഗ് ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് 3 സവാളയാണ്. പിന്നെ നല്ല എരിവുള്ള 2 പച്ചമുളകും ഒരു വലിയ ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 ക്യാപ്സിക്കം എടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 20-25 അല്ലി വെളുത്തുള്ളി. കുഞ്ഞല്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ആയിട്ട് സ്പ്രിംഗ് ഒനിയനും കൂടെ എടുക്കാം. പക്ഷേ എനിക്ക് സ്പ്രിംഗ് ഒനിയൻ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ എടുക്കാഞ്ഞത്. എന്നാൽ ഞാനിവിടെ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. സവാള ഞാനാണെങ്കിൽ ഈ ചില്ലി ചിക്കനൊക്കെ അരിയുന്ന കൂട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പിന്നെ മുളക് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളിയും കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തെടുത്തേക്കുകയാണ്. ക്യാപ്സിക്കം ഞാൻ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുട്ട എടുക്കാം. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 10 മുട്ടയാണ്. 10 മുട്ടയ്ക്ക് ഒരു ക്യാപ്സിക്കം മുതൽ 1.5 ക്യാപ്സിക്കം വരെയൊക്കെ എടുക്കാം. ഇതിപ്പം അത്യാവശ്യം വലിപ്പമുള്ള ക്യാപ്സിക്കം ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. എത്രത്തോളം ക്യാപ്സിക്കം കൂടുമോ അത്രത്തോളം ടേസ്റ്റാണ്. അപ്പോൾ തന്നെ ഞാനിവിടെ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ച് കൊടുക്കാം. ഞാനാണെങ്കിൽ മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തായിരുന്നു. ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യില്ല, എന്നാലും ചെറുതായിട്ട്. ഇനി നമുക്ക് നല്ലപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു എഗ് ചില്ലി മുട്ടയും ക്യാപ്സിക്കവും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. പെട്ടെന്നുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തന്നെ നമ്മുടെ മുട്ട നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വലുപ്പത്തിലുള്ള പീസസ് ആയിട്ട് എടുക്കണം, കാരണം ക്യാപ്സിക്കവും ഈ സവാളയൊക്കെ വരുമ്പം മുട്ട തീരെ ചെറുതാണെങ്കിൽ ശരിയാവത്തില്ല. അപ്പോൾ തന്നെ ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി അതേ പാനിൽ തന്നെ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കുകയാണ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പെട്ടെന്നാണ് കുക്ക് ചെയ്യുന്നത്. ഇതൊരു ചൈനീസ് ഡിഷാണ്. ചൈനീസുകാരുടെ എല്ലാവരുടെയും ഡിഷാണ്, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പെട്ടെന്നാണ്. അപ്പം ഇനിയും ഫുൾ ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. വെളുത്തുള്ളിയും മുളകും ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നപ്പം ഞാൻ സവാളയും ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഇനി അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം ചേർത്തു. ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ദണ്ട ഇവിടെ ക്യാപ്സിക്കവും നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ദണ്ട ഇതിവിടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ഞാനിവിടെ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്.
പിന്നെ നമുക്ക് വേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നു. കുരുമുളക് പൊടി ഞാൻ 1/4 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. കാരണം എൻ്റെ അനിയത്തിമാരെല്ലാം ചെറുതാണ്, അവർ വലുതായിട്ട് എരിയൊന്നും കഴിക്കത്തില്ല. അതുകൊണ്ടാണ് കുരുമുളക് പൊടി കുറച്ചിട്ടിരിക്കുന്നത്. കുരുമുളക് പൊടി എത്രയും കൂടുന്നോ അത്രയും ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർക്കാം. അപ്പം നമ്മുടെ എഗ് ചില്ലി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതിനി കുറച്ച് നേരം ഒന്ന് ആ ചൂടിൽ അടച്ചു വെക്കണം. അപ്പോൾ ആ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് എല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ എഗ് ചില്ലി തയ്യാറാക്കി എടുത്തു. നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.